viewers, welcome back to Xylem Learning. മക്കളെ റിമ മിസ് ആണ്. ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ്. ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ. ആ ഒരു ചാപ്റ്ററിൽ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ അഥവാ കുടുംബ ചെലവുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എന്താണ് ഫുഡ് കൺസപ്ഷനും നോൺ ഫുഡ് കൺസപ്ഷനും വേണ്ടി ചെലവാക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസപ്ഷൻ ആൻഡ് നോൺ ഫുഡ് കൺസപ്ഷൻ ഫോർ പർട്ടിക്കുലർ പീരീഡ് ഈസ് കോൾഡ് ദ ഫാമിലി എക്സ്പെൻഡിച്ചർ. ഒരു കുടുംബം ഭക്ഷ്യോപഭോഗത്തിനും ഭക്ഷ്യേതരോപഭോഗത്തിനുമായി നിശ്ചിത കാലയളവിൽ ചെലവാക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയാം. ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കാറുണ്ട്. നോൺ ഫുഡ് കൺസപ്ഷൻ. എന്താണ് ഈ നോൺ ഫുഡ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, എഡ്യൂക്കേഷൻ ഫീ, അങ്ങനത്തെ ചെലവുകൾ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് നോൺ ഫുഡ് കൺസപ്ഷൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുടുംബം ഒരു പർട്ടിക്കുലർ പീരീഡിൽ ചെലവാക്കുന്ന ആകെ തുകയാണ് എന്താ കുടുംബ ചെലവ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണുള്ളത്, പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവും. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓൾറെഡി ഫാമിലിക്ക് അറിയാം ഇത്രയും ചെലവ് ഉണ്ടാകും അല്ലേ, അതാണ് എന്ത് എക്സ്പെക്റ്റഡ്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. ഓക്കെ, ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ മാസം ഇത്ര കറണ്ട് ബില്ല് ഉണ്ടാവും, ഈ മാസം ഇത്ര വാട്ടർ ബില്ല് ഉണ്ടാവും. ഓൾറെഡി ഇതൊക്കെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എന്ത് പ്രതീക്ഷിത ചെലവുകൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ദ expenditure that is expected in a family for particular period. അല്ലേ, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ എന്താണ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതാണ് എന്ത് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് അതിൽ ഒന്നാമത്തെ കേട്ടോ. അതായത് നമ്മുടെ ഫാമിലി എക്സ്പെൻഡിച്ചറിൽ ഒന്നാമത്തേതാണ് ഇത്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആകസ്മികമായിട്ടുണ്ടാകുന്ന ചെലവുകളുമുണ്ട്. അതായത് നമുക്ക് എന്താ കോവിഡ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എന്താണ് ഒരുപാട് ചെലവുകൾ ഉണ്ടായില്ലേ. അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഫ്ലഡൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ആക്സിഡന്റ്, എന്തെങ്കിലും മരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഫാമിലിയിലേക്ക് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളാണ് അല്ലേ. അതായത് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ്. നമുക്ക് ഓൾറെഡി ആദ്യമേ അറിയാൻ പറ്റൂല, പെട്ടെന്ന് വരുന്ന അല്ലേ. അതായത് അഡ്വാൻസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആൻഡ് വിച്ച് ഒക്യൂഴ്സ് accidentally is termed unexpected expenditure. ഒന്നുമില്ല, the expenditure that family cannot fix in advance for particular period. അതായത് നമ്മൾ ഒരിക്കലും എന്താണ് പ്രതീക്ഷിക്കുന്നില്ല, ആ ഒരു കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ, പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റലി ആകസ്മികമായി ഉണ്ടാകുന്ന ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് വിളിക്കുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും അഡ്വാൻസ് ആയിട്ട് നമുക്കൊന്നും അറിയില്ല അല്ലെ, അതുപോലെ ആകസ്മികമായി ആക്സിഡന്റലി സംഭവിക്കുന്ന ചെലവുകളെയാണ് നമ്മൾ അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാൻ പറ്റും, നോക്കിക്കോ. ഒരു കുടുംബം ഭക്ഷ്യോപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണല്ലോ ഫാമിലി എക്സ്പെൻഡിച്ചർ. അതിൽ നമ്മളോട് പ്രതീക്ഷിത ചെലവിനും അപ്രതീക്ഷിത ചെലവിനും എന്താണ് കുറച്ച് എക്സാമ്പിൾ ആഡ് ചെയ്തിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ എഴുതണം. അതുപോലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി ബഡ്ജറ്റ് ആണ്. ഇതും നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് നോക്കിക്കോ, എക്സ്പെക്റ്റഡ് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെ, ഫുഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, എഡ്യൂക്കേഷൻ, മിൽക്ക്, ന്യൂസ് പേപ്പർ, ചിൽഡ്രൻസ് ഫീസ്, കറണ്ട് ചാർജ്, ക്ലോത്തിങ്, ലോൺ റീപേയ്മെന്റ്, ഇതൊക്കെ. അതുപോലെ അൺഎക്സ്പെക്റ്റഡിൽ വരുന്ന സമയത്ത് ഡിസീസസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ എന്താണ് അസുഖം വരിക, ഡെത്ത്, മരണം, ആക്സിഡന്റ്, അപകടം, പ്രൈസ് ഇൻക്രീസ്, എന്തിനൊക്കെ പൈസ കൂടുക, അതായത് ഗ്യാസിനൊക്കെ പൈസ പെട്ടെന്ന് കൂടലില്ലേടാ, അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണോ? അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളാണ് അല്ലേ. ഇതിനൊക്കെ പൈസ കൂടുമ്പോൾ, സ്വർണത്തിനൊക്കെ പൈസ കൂടുന്നത് നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ രണ്ടിന്റെയും എക്സാമ്പിൾസ് എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അതുപോലെ ഫാമിലി ബഡ്ജറ്റിന്റെ എന്താണ് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക? ഓക്കെ, ഫാമിലി ബഡ്ജറ്റ് എന്താണെന്ന് അറിയില്ലേ? ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് അല്ലെ, ഒരു കുടുംബത്തിലേക്ക് കിട്ടുന്ന ഇൻകോ അതുപോലെ ആ മാസം ഉണ്ടാവുന്ന ചെലവുകളൊക്കെ നോക്കിയിട്ടുണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് അല്ലെ, ഒരു ധനകാര്യ അല്ലെങ്കിൽ ധനരേഖയാണ് എന്താ യെസ് ഈ ഒരു ഫാമിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, ഐഡന്റിഫൈ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം, ദെൻ അഡ്ജസ്റ്റ്
കോസ്റ്റ് അക്കോർഡിംഗ് ടു ഇൻകം, വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു. ഫിക്സിംഗ് ലിമിറ്റ് ഓൺ കോസ്റ്റ്, ചെലവിന്റെ പരിധി നിശ്ചയിക്കുന്നു. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നു. എഫക്റ്റീവ് കൺട്രോൾ, ഫലപ്രദമായ നിയന്ത്രണം. ഉത്തരവാദിത്ത ബോധം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ മാനേജിങ് ക്യാഷ് ഫ്ലോ ഫോർ മോർ എഫിഷ്യൻ്റ്ലി, കാര്യക്ഷമമായിട്ട് പണമൊഴുക്ക് കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക. ഇതൊക്കെ എന്താണ്, ആ ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, കുടുംബത്തിനുണ്ടാവുന്ന നേട്ടങ്ങളാണിത്. നിർബന്ധമായിട്ടും നിങ്ങളിത് പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇനിയും അടുത്ത കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫാമിലി ബഡ്ജറ്റും മറന്നു പോകണ്ട, ഫാമിലി എക്സ്പെൻഡിച്ചറും മറന്നു പോകണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ എന്താണ് 8ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മാസം 20-ന് മുമ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മുടെ യോധ ബാച്ച്, 8ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്, യോധ ബാച്ച് പർച്ചേസ് ചെയ്യാം. നോക്കിക്കാൻ മക്കളെ. അതുപോലെ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന മക്കൾക്കാണെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് എന്താണ്, അതായത് സ്മാർട്ട് വാച്ച് എല്ലാവർക്കും ഇല്ല കേട്ടോ, അതിൽ നിന്ന് ചൂസ് ചെയ്ത 5 പേർക്ക് എന്താണ് നമ്മൾ സ്മാർട്ട് വാച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താണ് നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മക്കളെ, ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പഠിക്കാം കേട്ടോ. ബൈ ഗൈസ്.